إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നോമ്പും പെരുന്നാളും കഴിഞ്ഞു. സിയാമിലൂടെ, ഖിയാമിലൂടെ, തൗബയിലൂടെ, സ്വതഖയിലൂടെ ഈ ഒരു മാസത്തിൽ നാം നേടിയെടുത്ത ജീവിത വിശുദ്ധിയും ആദർശ ചൈതന്യവും കാത്തു സൂക്ഷിക്കേണ്ടവരാണ് സത്യവിശ്വാസികളായ നമ്മൾ. നാം ആഘോഷിച്ച പെരുന്നാളിനെ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ ലോകത്ത് പ്രത്യേകമായി പരാമർശിക്കപ്പെട്ട രണ്ട് കാര്യങ്ങൾ. വിറ്റുതീർന്ന മദ്യത്തിൻ്റെ കണക്കെടുപ്പിന് പ്രാധാന്യമില്ലാത്ത ആഘോഷങ്ങളിൽ ഒന്നാണ് ഈദുൽ ഫിത്തർ എന്നായിരുന്നു. മറ്റൊന്ന്, പെരുന്നാളിൻ്റെ മുന്നോടിയായി നമ്മുടെ കേരളത്തിൽ മാത്രം വിതരണം ചെയ്യപ്പെട്ട ഫിത്തർ സക്കാത്ത് ഇനത്തിലുള്ള ധാന്യത്തിൻ്റെ അളവ് ഏകദേശം 15,000 മെട്രിക് ടണ്ണിന് മുകളിലാണ് എന്ന്. ആഘോഷം അർത്ഥവത്താകുന്നതും ഒരു സമൂഹത്തിന് തണലും കുളിരുമൊരുക്കുന്നതും അധാർമികതയുടെ കൂത്തരങ്ങാകുന്ന ലോകത്ത് ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നതിൻ്റെ മാനവിക തലങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്നത് മുസ്ലിം എന്ന നിലയിൽ നമുക്ക് ആനന്ദമാണ്, നമ്മുടെ മനസ്സുകൾക്ക് കുളിർമയാണ്. എന്നിരുന്നാലും ഒരു റമദാൻ നമ്മിൽ നിന്ന് വിട ചൊല്ലിയ സ്ഥിതിക്ക് ഗൗരവമായ ചില ആലോചനകൾക്കുള്ള സമയമാണ്. പലപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളോട് അവരുടെ ഇസ്ലാമികമായ ജീവിതത്തിൻ്റെ പോരായ്മകൾ, ഇസ്ലാമികമായി ജീവിക്കുന്നതിനുള്ള വൈമനസ്യത്തെക്കുറിച്ച് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ഒരാളോട്, എന്താണ് പള്ളിയിലേക്കൊന്നും കാണുന്നില്ലല്ലോ, സുബഹിക്കൊന്നും എഴുന്നേൽക്കാറില്ലേ, അല്ലെങ്കിൽ എന്താണ് ജമാഅത്തിന് വരാത്തത്, നമ്മളൊരു ഖുർആൻ ക്ലാസ് വെച്ചിട്ട് എന്തേ വരാഞ്ഞത്, നമ്മളെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പം എല്ലാവരോടും സ്വതക്ക ചോദിച്ചു, നിങ്ങൾ കാര്യമായിട്ടൊന്നും കൊടുത്തില്ലല്ലോ,
ഇങ്ങനെ ഒരു വ്യക്തിയോട് ഇസ്ലാമികമായ പ്രവർത്തനങ്ങളിലെ വൈമനസ്യം ചോദിച്ച ചില ആളുകൾ പറയും, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കഴിയണില്ല. ഇപ്പൊ സുബൈക്ക് എന്താ എണീക്കാത്ത വെച്ചാൽ എണീക്കണില്ല, അറിഞ്ഞില്ല. ആർക്കാ അപ്പൊ പള്ളിയിൽ വരാൻ പോതില്ലാത്തത്? അറിയാത്തോണ്ടല്ലേ, മനുഷ്യനെ കൊണ്ട് കഴിയാത്തോണ്ടല്ലേ എന്നിങ്ങനെ കാരണങ്ങൾ പറയുന്ന ഒരു രീതി കാണാറുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം ആളുകൾക്ക് യോജിക്കുന്ന, അവരോട് പറയേണ്ട ഒരു കമന്റ് സൂറത്തു തൗബയിലെ 94-ാം ആയത്തിന്റെ ഒരു ശകലമാണ്. ലാ തഅ്തദിറു ലൻ നുഅ്മിന ലക്കും. നീ ഒരു ഒഴിവ് കഴിവും പറയണ്ട, നിന്നെ എനിക്ക് ഒരു വിശ്വാസവുമില്ല. ഇസ്ലാമികമായ പ്രവർത്തനത്തിന് പള്ളിയിൽ ഒരു 2 മിനിറ്റ് ഇരിക്കാൻ എന്താ തടസ്സം? കാരണം പറയുന്ന ആളുകളുണ്ട്. എന്തേ നിന്റെ സക്കാത്ത് ഇതുവരെ കൊടുക്കാഞ്ഞത്? കാരണം പറയുന്ന ആളുകളുണ്ട്. ഇത്ര പ്രായമായിട്ട് എന്താ ഒരു ഉംറ ചെയ്യാൻ, ഒരു ഹജ്ജിനെ കുറിച്ച് എന്താ ഇതുവരെ ആലോചിക്കാത്തത്? കാരണങ്ങൾ പലർക്കും പറയാനുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടൊരു വാക്ക്, ലാ തഅ്തദിറു, നിങ്ങളൊന്നും പറയണ്ട, ലൻ നുഅ്മിന ലക്, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമല്ല. ഇതെന്തുകൊണ്ട് എങ്ങനെ പറയണ അറിയാം? ഇപ്പൊ നമ്മൾ ഒരു മാസത്തെ റമദാൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ റമദാനിനെ കുറിച്ച് മൊത്തത്തിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടണോ? അതായത് ഞാൻ ഒറ്റ ദിവസം അത്താഴം കഴിച്ചിട്ടില്ല, കാരണം എണീറ്റില്ല, സുബഹി അറിഞ്ഞില്ല, അലാറം അടിച്ചത് കേട്ടില്ല, ഒറ്റ ദിവസം അത്താഴം കഴിച്ചിട്ടില്ല എന്ന് റമദാനിനെ കുറിച്ച് മൊത്തത്തിൽ ആരെങ്കിലും പറയണം നമ്മൾ കേട്ടണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം ഒക്കെ ചില ആളുകൾക്ക് വൈകി കിടന്നുറങ്ങിയ ആളുകൾ, അല്ലെങ്കിൽ ഫോൺ അലാറം വെച്ചെങ്കിലും ചിലപ്പം വോളിയം കുറഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും കേസുകളൊക്കെ അപൂർവമായിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷെ മൊത്തത്തിൽ ഒറ്റ ദിവസം ഞാൻ അറിഞ്ഞില്ല എന്ന് ഒരാള് പറയില്ല. എന്തേ കാരണം? നേരത്തെ അത്താഴത്തിന് എഴുന്നേൽക്കാനുള്ള എല്ലാ ക്രമീകരണവും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനനുസരിച്ച് ഉറങ്ങും, അതിനനുസരിച്ച് ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്, അലാറം വെച്ചിട്ടുണ്ട്, എല്ലാ ക്രമീകരണവും ആ ഒരു നെയ്യത്തോട് കൂടിയാണ് ഉറങ്ങുന്നത്. പഠിച്ചോനെ സുബൈക്ക് മുമ്പ് എണീക്കണം എന്ന നെയ്യത്തോട് കൂടി. അപ്പം നമ്മൾ മൊബൈലിൽ വെച്ച അലാറാണെങ്കിലും നമ്മുടെ ശരീരത്തിലുള്ള അലാറാണെങ്കിലും അതൊക്കെ വർക്ക് ചെയ്യുന്നു എന്നതൊരു വസ്തുതയാണ്. അപ്പം റമദാൻ നമുക്കൊരു തിരിച്ചറിവാണ്. എനിക്ക് കൃത്യമായ സമയത്ത് നിസ്കരിക്കാൻ സാധിക്കുമെന്ന്, പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന്, എൻ്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ, എൻ്റെ കാതിനെ നിയന്ത്രിക്കാൻ, എൻ്റെ വികാരങ്ങളെ അടക്കി വെക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഓരോരുത്തർക്കും സ്വയം ബോധ്യപ്പെടുത്ത നിമിഷങ്ങളായിരുന്നു പരിശുദ്ധ റമദാൻ. അതുകൊണ്ട് ലാ തഅ്തദിറു ലൻ നുഅ്മിന ലക്. ഇനി എന്താണ് പള്ളിക്ക് വരാത്തതെന്ന് ചോദിച്ചാൽ, എന്താ ഖുർആൻ ഓതാത്തതെന്ന് ചോദിച്ചാൽ, എന്താ നന്നാവാത്തതെന്ന് ചോദിച്ചാൽ അനാവശ്യമായ ഒഴിവ് കഴിവ് പറയേണ്ടതില്ല എന്ന് പരിശുദ്ധ റമദാനിനെ മുൻനിർത്തി നമുക്ക് പരസ്പരം ഗൗരവമായി ബോധ്യപ്പെടുത്താൻ സാധിക്കണം. എന്നോടെന്ന പോലെ ഓരോരുത്തരെയും നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കണം. അതുകൊണ്ട് റമദാൻ നമുക്ക് ആ നിലയ്ക്കൊരു അനുഭവമാണ്. ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കിയത്, അള്ളാഹു നാളെ പരലോകത്ത് വിചാരണക്കെടുക്കുമ്പോൾ ഒരാളുടെ ആയുഷ്കാലത്ത് റമദാൻ അയാൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് മാത്രം നോക്കുള്ളൂ. അങ്ങനെ ഉണ്ടോ? ഇല്ല. റമദാനും റമദാൻ അല്ലാത്ത മാസങ്ങളും എല്ലാം നോക്കും. ചില ആളുകൾ ജീവിതാവസ്ഥ കണ്ടാല് ഈ ഹിസാബും അദാബും, അള്ളാഹു തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷയും കർമ്മങ്ങൾ പ്രതിഫലാർഹമാണോ അല്ലയോ എന്ന് പരിഗണിക്കുന്നതൊക്കെ റമദാനിലെ അമലുകൾക്ക് മാത്രമാണ് എന്നത് മുസ്ലിം സമൂഹത്തിന്റെ ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ് എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിലാണ് നിരന്തരമായി നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. പെരുന്നാൾ ദിവസം സുബഹി നമസ്കരിക്കാത്ത എത്ര ആളുകൾ നമ്മളെ കൗമിലുണ്ട്? പെരുന്നാൾ ദിവസം അന്നിപ്പം പുതിയ ഡ്രസ്സൊക്കെ ഇടൽ സുന്നത്താണ്, നല്ല ഭക്ഷണം കഴിക്കല്, കുടുംബ ബന്ധം പുലർത്തല്, അങ്ങനെ പെരുന്നാളുടെ ആഘോഷം ആരംഭങ്ങളൊക്കെ അത് ശരി തന്നെ. അന്നത്തെ സുബഹി നമസ്കരിക്കണില്ല. പെരുന്നാള് മുതൽ പിന്നെ ഫർളുമില്ല, തോന്നിവാസങ്ങളായിട്ട് കഴിഞ്ഞുകൂടാ. ഇതെങ്ങനെ വന്നു? ഈ ഒരു മാസത്തിൽ നമ്മൾ നിലനിർത്തിയത് എങ്ങനെ ഒരു സുപ്രഭാതത്തിൽ മാറുന്നു എന്നതിന് ലാ തഅ്തദിറു, ഒരു ഒഴിവ് കഴിവുമില്ല, ഒരു എക്സ്ക്യൂസും ഇല്ല. ലൻ നുഅ്മിന ലക്, ഇത് നമ്മൾ വിശ്വസിക്കൂല എന്ന് ഖുർആൻ സൂറത്തു തൗബയിൽ പറഞ്ഞതാണ്. നമുക്ക്
പരസ്പരം പറയാനുള്ളത് പരസ്പരം പറയേണ്ടത് എന്നത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കാം. രണ്ടാമത്തെ കാര്യം, റമളാന് വിട ചൊല്ലി. അപ്പൊ റമളാന് വിട ചൊല്ലി എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നിർവഹിക്കുവാനുള്ള ടാസ്ക്, മതപരമായ ഉത്തരവാദിത്തങ്ങൾ അതവിടെ അവശേഷിക്കുന്നുണ്ട്. റമളാനാണ്ട് പോയപ്പോ പിന്നെ ഇനി എന്ത് ചെയ്യാനാ, റമളാൻ മാസം ഒന്നല്ലല്ലോ എന്ന് പറയാൻ നിർവാഹമല്ല. മൂന്ന് കാര്യങ്ങളെ റമളാൻ കഴിയുമ്പോൾ ഇല്ലാതാവണുള്ളൂ. ഒന്ന്, പകൽ സമയത്തെ നിർബന്ധ നോമ്പ്. രണ്ടാമത്തേത് പള്ളികളിലുള്ള തറാവീഹ് നമസ്കാരം എന്ന ജമാഅത്തായ സുന്നത്ത് കർമ്മം. മൂന്നാമത്തേത് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവസാന പത്തിൽ, പ്രത്യേകിച്ച് ഒറ്റയായ രാവുകളിലും പൊതുവിൽ അവസാന പത്തിലും രാത്രി സമയം ധാരാളമായി ഇബാദത്ത് നിർവഹിക്കുന്നതിന് പരിശ്രമിക്കാം. ഈ 3 കാര്യം റമളാനായപ്പം, റമളാൻ കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് പോകുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ആലോചിക്കുക. റമളാനിൽ നമ്മൾ ചെയ്ത, ഞാൻ ഈ എണ്ണി പറഞ്ഞ 3 കാര്യം, പകൽ സമയത്തെ നോമ്പ്, രാത്രിയിലെ പള്ളിയിലെ തറാവീഹ്, അതേപോലെ അവസാന പത്തിൽ രാത്രി കൂടുതൽ ഇബാദത്ത് ചെയ്യൽ. ഇത് 3 അല്ലാത്ത എന്ത് അമലാണ് റമളാൻ അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടതില്ല എന്ന് പറയാനുള്ളത്? നിസ്കാരം, സ്വതഖ, ദിക്ർ, സ്വലാത്ത്, ഖുർആൻ പാരായണം. എന്താ നമുക്ക് മാറ്റിവെക്കാനുള്ളത്? ഒന്നും മാറ്റിവെക്കാനില്ല. പക്ഷെ റമളാനാണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു വേറൊരു ഹവയാവുക എന്നത് ഒരു നിലക്കും നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്നത് ഗൗരവമായി നമ്മൾ ചിന്തിക്കാം. നമുക്കിപ്പോൾ ഇതിൽ നാട് നന്നാക്കുക എന്നതൊന്നും എളുപ്പമല്ല. നമ്മൾ നന്നാവുക, നമ്മൾ സ്വയം മാറ്റങ്ങൾക്ക് സജ്ജമാവുക. നമ്മുടെ വീട്ടില് ഉടപ്പിറപ്പുകൾ, കൂടപ്പിറപ്പുകൾ, അവരിൽ ഇസ്ലാമികമായി അംഗീകരിക്കാൻ കഴിയാത്ത ഞാൻ ഈ സൂചിപ്പിച്ച മാറ്റം, ആ മാറ്റത്തിന് അവരെ വിടാതിരിക്കുക. ഇസ്ലാമികമായ ഒരു തർബീയത്തിന്റെ, ആ ഒരു സംസ്കാരത്തിന്റെ കൾച്ചർ നമ്മുടെ ജീവിതത്തിൽ ശക്തമായി നിലനിർത്തുക എന്നത് ഗൗരവമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ 3 കർമ്മങ്ങൾ റമളാൻ കഴിഞ്ഞാൽ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നോമ്പ് കഴിഞ്ഞു എന്നതുകൊണ്ട് ഇബാദത്തുകൾ അവസാനിക്കണില്ല. എപ്പോഴാണ് നമുക്ക് വിശ്രമിക്കാൻ പറ്റുക? ഇമാം അഹ്മദ് റഹിമഹുള്ളയുടെ ഒരു വാചകമുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കണ്ട, എപ്പോഴാണ് മനുഷ്യൻ വിശ്രമം അറിയുക? സ്വർഗത്തിലേക്ക് അവന്റെ കാല് വെക്കുമ്പോൾ എന്നാണ്. മരണം വരെ നമ്മൾ അമല് ചെയ്യണം. വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണമാസന്നമാകുന്നത് വരെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വിശ്രമമില്ലാതെ നീ അമല് ചെയ്യുക. ഇന്നൽ മുഅ്മിൻ യമൂതു ബിഅറഖിൽ ജബീൻ. നെറ്റിത്തടത്തിൽ വിയർപ്പുമായി കൊണ്ടാണ് ഒരു വിശ്വാസി മരണപ്പെടുക എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തെ ഗൗരവമായി നമ്മൾ ഉൾക്കൊള്ളാം. നമ്മളുണ്ടല്ലോ ചില ആൾക്കാർ അത്യാവശ്യമായി ഇനി ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് പറയണ, ആ റെസ്റ്റ് എടുക്കാനുള്ള ഒരവസ്ഥ സത്യത്തിൽ ഒരു മുസ്ലിമിനില്ല. ചിലപ്പോൾ ഇങ്ങനെ നമ്മളെ പ്രവർത്തനം ഒരു സിഗ്സാഗ് മാറി ഒരു ഏറ്റ വ്യത്യാസം ഉണ്ടാവും. സ്വാഭാവികമാണ്, മനുഷ്യനാണ്. അൽ ഈമാനു യസീദു വയൻഖുസ്, യസീദു ബിത്ത്വാഅ വയൻഖുസ് ബിൽ മഅസിയ. ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആയി മാറ്റല്ലാതെ പോവില്ല. ഉയർച്ച ഉണ്ടാവും, താഴ്ച ഉണ്ടാവും. ചില സമയത്ത് വല്ലാത്തൊരു ഈമാനാവും, ചില സമയത്ത് ഈമാനൊക്കെ കുറയും. അത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. പക്ഷെ അമല് നിർത്തുക, ഫർള് ഒഴിവാക്കുക, ഹറാമ് ചെയ്യുക, അങ്ങനെ ഒരു താന്തോന്നിയായി തോന്നിവാസിയായി ജീവിക്കുക എന്നത് ഒരു മുസ്ലിമിന് അംഗീകരിക്കാവുന്ന ഒരു സാഹചര്യവും അവന്റെ ജീവിതത്തിൽ ഇല്ല എന്നത് വലിയ ഒരു സന്ദേശമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ശക്തമായി ചിട്ടപ്പെടുത്തി അവൻ്റെ ഫളലും റഹ്മത്തും ആഗ്രഹിക്കുകയും അതിന് അർഹത ഉണ്ടാവുകയും ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.